വലിയ തിരക്കും ബഹളവുമാണ്. മുദ്രാവാക്യത്തിൽ മുങ്ങിയ ആവേശമാണ് അവിടെ UDF-ന്റെ റോഡ് ഷോയിൽ പ്രകടമാകുന്നത്. ഷിനോജിന് കേൾക്കാൻ കഴിയുന്നില്ല. ഷിനോജിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ അക്ഷയ ദാമോദരനും അവിടെ നിന്നുള്ള വിവരങ്ങളുമായിക്കൊണ്ട് വലിയ ആൾക്കൂട്ടമാണ്, വലിയ ആവേശമാണ്. പാലക്കാട്ട് UDF-ന്റെ റോഡ് ഷോ ആണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ UDF-ന് ഒരു വലിയ കിട്ടലാണ്. നമ്മൾ നാടൻ ഭക്ഷണം വലിയൊരു കിട്ടലാണ് സന്ദീപ് വാര്യരുടെ വരവ് എന്താണ് UDF ക്യാമ്പിന്റെ നേതാക്കളുടെ ആത്മവിശ്വാസം കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള അത് പ്രകടവുമായിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് എത്രത്തോളം വിമർശിച്ച ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉറപ്പുണ്ടായിരിക്കും. ഞാൻ UDF-ന് വേണ്ടിയിട്ടാണ് പ്രചരണത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഏതോ ട്രെയിലറ് പൂരാ പിക്ചർ അഭി ബാക്കി ഹൈ. എന്താ സംശയം? നിരവധി ആളുകൾ ഞാൻ പറഞ്ഞു എന്റെ കൂടെയെന്നല്ല, കേരളത്തിലെ BJP നേതൃത്വത്തിൽ അസ്വസ്ഥരായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർ, ആയിരക്കണക്കിന് പേരുണ്ട്. സന്ദീപ് വാര്യരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അസ്വസ്ഥരായ ആയിരക്കണക്കിന് മനുഷ്യർ BJP-യിലുണ്ട് എന്ന പ്രതികരണമാണ് സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. യൂത്തിലേക്ക് നേതാവ് PK ഫിറോസിനെ നമുക്ക് കാണാം, അബിൻ വർക്കിയെ നമുക്ക് കാണാം. UDF-ന്റെ പ്രചാരണ പരിപാടി റോഡ് ഷോയാണ് അവിടെ നടക്കുന്നത്. അൻവർ സാദത്ത് MLA നമുക്ക് കാണാം. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും എല്ലാം ഉണ്ട്. അക്ഷയ ദാമോദരുണ്ട്. അക്ഷയ, സാധാരണ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സീനാണ് കോൺഗ്രസിന്റെ വേദിയിൽ സന്ദീപ് വാര്യർ എന്നത്. കോൺഗ്രസിന് അതൊരു ആവേശം നൽകുന്നുണ്ടോ? പ്രവർത്തകരുടെ ഒരു പ്രതികരണം ഏത് തരത്തിലാണ്? തീർച്ചയായിട്ടും രതീഷ്, പാലക്കാട് ഓരോ ദിവസവും ഓരോ ടെസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ടെസ്റ്റ് തീർത്തും അപ്രതീക്ഷിതമായി തന്നെയായിരുന്നു. സന്ദീപ് CPM-ലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചു. ആ സമയത്ത് കോൺഗ്രസിലേക്ക് സന്ദീപ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ K മുരളീധരൻ പറഞ്ഞ മറുപടി തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനി ഒന്നുകൂടി വേണ്ട എന്നായിരുന്നു. പക്ഷേ സ്വീകരിക്കുമെന്ന് അന്നേ VK ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു. അതിനൊടുവിലാണ് ഇന്ന് കോൺഗ്രസിലേക്ക് സന്ദീപ് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും 50% വോട്ട് കൂടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും 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 പതിനായിരക്കണക്കിന് വോട്ടുകളുടെ കൂടുതലുണ്ടാവും. എത്ര ഭൂരിപക്ഷം കൂടും? 10,000 വോട്ട് ഉറപ്പായിട്ടും. പ്രവർത്തകർക്ക് വലിയ ആവേശം തന്ന ഒരു അവസരമാണ് സന്ദീപ് വാര്യരുടെ ഈ വരവ്. സന്ദീപിന് വരുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കോൺഗ്രസിനെ സ്നേഹിച്ചുകൊണ്ട് സന്ദീപ് വാര്യരല്ല, സാക്ഷാൽ മോദി വന്നാലും. നമ്മുടെ പാർട്ടിയെ കുറിച്ചാണ്, നമ്മുടെ പാർട്ടിന്റെ തനതായ മൂല്യം അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. അതായത് അവർ വേറൊരു പാർട്ടിയിൽ നിന്നിട്ടും അവിടെ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവുമല്ലോ. പാർട്ടിയിൽ മാറി നിൽക്കുമ്പോഴും ഞാൻ എപ്പോഴും RSS-കാരനായിരുന്നു കഴിഞ്ഞ ദിവസം വരെ സന്ദീപ് പറഞ്ഞത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് അവർക്കുള്ള ഒരു മോശമല്ലാതെ. സ്ഥാനാർത്ഥി വരികയാണ്, സ്ഥാനാർത്ഥി വരുന്നു, വലിയ ആരോപമാണ്. രാഹുൽ മങ്കുട്ടത്തിൽ വരുന്നു. രാഹുലിന്റെ പ്രതികരണം നമ്മൾ UDF-ന്റെ റോഡ് ഷോ തുടങ്ങുകയാണ്. സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അക്ഷയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് രാഹുലുമായി. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ആവേശം, അതേ തരത്തിലുള്ള ആവേശം. സന്തോഷം.